കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സഹനം പ്രമേയമായി വരുന്ന വേദഭാഗമാണിത്. നമുക്ക് തോന്നാം, ഈ പ്രഭാതത്തിൽ വിചിന്തനം ചെയ്യുവാൻ പറ്റിയ ഒരു പ്രസാദാത്മക ചിന്തയാണോ സഹനമെന്നത്. സുപരിചിതമായ ഒരു കഥ ഓർമ്മ വരികയാണ്. തൻ്റെ സന്തോഷകാലത്ത് കടൽ തീരത്തുകൂടി നടക്കുന്ന ഒരു വ്യക്തി തൻ്റെ കാൽപ്പാടിനോട് ചേർന്ന് മണ്ണിൽ പതിയുന്ന മറ്റു 2 കാൽപ്പാടുകളെ കണ്ട് ആശ്ചര്യവാനാകുന്നു. അത് ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ആനന്ദവാനായി മാറുന്നു. കാലം മുന്നോട്ട് പോയി. അതേ കടൽ തീരം, അതേ വ്യക്തി, അദ്ദേഹത്തിന് സഹനത്തിൻ്റെ കാലമാണെന്ന് മാത്രം. ഒത്തിരി പ്രതീക്ഷയോടെ പുറകോട്ട് നോക്കിയ അദ്ദേഹം ശ്രദ്ധിച്ചു, പതിയുന്നത് 2 കാൽപ്പാടുകൾ മാത്രം. സഹനത്തിൻ്റെ കാലത്ത് ദൈവം പോലും ഉപേക്ഷിച്ചെന്ന് ആ മനുഷ്യന് തോന്നി. പരിഭവപ്പെട്ട ആ മനുഷ്യനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു: മകനെ, നിന്റെ ആനന്ദത്തിൻ്റെ കാലത്ത് നീ കണ്ട 4 കാൽപ്പാടുകൾ നമ്മളുടേതാണ്. എന്നാൽ നിന്റെ സഹനകാലത്ത് നീ കണ്ട 2 കാൽപ്പാടുകൾ എൻ്റേതാണ്. നീയാകട്ടെ എൻ്റെ ഉള്ളം കയ്യിൽ സുരക്ഷിതനായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, സഹനത്തിൽ തളരിടുന്ന ദൈവപരിപാലന എന്ന ബോധ്യം ജീവിതത്തിലുണ്ടാകുന്ന ഏത് കൊടുങ്കാറ്റിനെയും ഏത് തിരമാലയെയും തരണം ചെയ്യുവാൻ നിന്നെ പ്രാപ്തമാക്കുമെങ്കിൽ അതല്ലേ ഈ ദിവസം കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രസാദാത്മക ചിന്ത. 26-ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട. 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ 3 പ്രാവശ്യമാണ് തമ്പുരാൻ ഇപ്രകാരം പറയുന്നത്: ഭയപ്പെടേണ്ട, നീ കർത്താവിൻ്റെ പരിപാലനയിലാണ്. നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. തമ്പുരാൻ അറിയാതെ അവയിലൊന്നുപോലും നിബന്ധിക്കുകയില്ല. പലപ്പോഴും ഈ പരിപാലന തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. കഷ്ടതയുടെ കാലത്ത് ഞാൻ കാണുന്ന കാൽപ്പാടുകൾ എൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഇനി എനിക്ക് ദൈവമില്ല, ഇനി എനിക്ക് പള്ളിയില്ല, ഇനി എനിക്ക് വേണ്ടപ്പെട്ടവരില്ല എന്ന് കരുതി നിരാശയുടെ പടുകുഴിയിൽ വീണുപോയവർ നിരവധിയാണ്. സ്നേഹമുള്ളവരെ, കഷ്ടതയുടെയും തകർച്ചയുടെയും അവസാനം നീ കാണേണ്ടത് നിരാശയോ പരാജയത്തെയോ അല്ല, മറിച്ച് യേശുവിനെ കാണുവാൻ നീ പഠിക്കണം. നീ രോഗിയായിരിക്കാം. നിന്റെ രോഗത്തിന്റെ അവസാനമായി നീ കാണേണ്ടത് മരണത്തെയല്ല, നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള സൗഖ്യദായകനായ യേശുവിനെ ആകണം. നീ തകർന്നവനാകാം. നിന്റെ പ്രശ്നങ്ങളുടെ അവസാനമായി നീ കാണേണ്ടത് ശൂന്യതയല്ല, മറിച്ച് നിനക്കായി പണിതുയർത്തുവാൻ കഴിവുള്ള ബലവാനായ ദൈവത്തെയാണ്. ഇന്ന് ആഗോളസഭ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ജീവിതത്തിൽ വിശ്വാസത്തെ പ്രതി കഠോര പീഡനത്തിന് ഇരയായപ്പോഴും എല്ലാ സഹനങ്ങളെയും സധൈര്യം സ്വീകരിക്കുവാൻ വിശുദ്ധനെ പ്രാപ്തനാക്കിയത് ഈ പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും അവസാനം 2 കൈകളും നീട്ടി വിജയ കിരീടവുമായി തന്നെ എതിരേൽക്കുവാൻ കാത്തു നിൽക്കുന്ന യേശുവില് ദൃഷ്ടി ഉറപ്പിച്ചപ്പോഴാണ്. സഹനങ്ങളുടെ മധ്യേ ദൈവത്തെ അവിശ്വസിക്കാതെ ദൈവത്തിന് സാക്ഷിയാകുവാൻ
നമ്മെയും പ്രേരിപ്പിക്കേണ്ടത് ഈ പ്രത്യാശയാണ്. ശരീരത്തെ കൊല്ലാൻ മാത്രം കഴിയുന്നവരുടെ ഇടയിൽ നിന്ന് ശരീരത്തെയും ആത്മാവിനെയും വിധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്നവരെ ദൃഷ്ടി ഉറപ്പിച്ച് നമുക്കും ജീവിക്കാം. ദൈവം അതിനുള്ള കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ.